നമസ്കാരം. എൻ്റെ മണിപ്പേച്ചു മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച വിഷ്ണു ഇരിക്കുന്നു. വിഷ്ണു എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നു എന്ന് നോക്കാം. ജനങ്ങളുടെ ചോദ്യങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് സർ. എല്ലാവർക്കും നമസ്കാരം. സർ, കൂലി പടം നോക്കി. സൂപ്പർടാ. എങ്ങനെടാ? പോയിട്ടാ? വൈറ്റ് തന്നെ സർ, ബ്ലാക്കിലൊക്കെ നോക്കി. ഇല്ല എന്താടാ ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടിയോ? ഫസ്റ്റ് ഷോ അല്ല, പക്ഷെ ആദ്യത്തെ ദിവസമേ ടിക്കറ്റ് കിട്ടി. ഈസിയാ കിട്ടി. ഈസിയാ കിട്ടിയാ? ഓക്കെ, പറ നോക്കി. അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ എ സർട്ടിഫിക്കറ്റ് ആയ കാരണം ചെറിയ പിള്ളേരൊന്നും അലോ ചെയ്തില്ല. അപ്പോൾ ഫാമിലിയോടെ വന്ന ആൾക്കാർക്ക് കൊച്ചുങ്ങൾ അകത്ത് വിടൂല എന്ന് പറഞ്ഞ കാരണം ഒരുപാട് ആൾക്കാർ ടിക്കറ്റിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പോയി. ഇത് കാരണം ടിക്കറ്റ് നമുക്ക് കിട്ടി. സോ ജോലിയായിരിക്കുന്നു പടം. ഇരിക്കുന്നു സർ. ഒരു പടം അങ്ങനെ പോയി. ഓക്കെ, അത് ഞാൻ പറയുന്നില്ല സർ. ഓക്കെ. ഞാൻ ഹീറോയിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. മൂവി ഡിക്ലൈൻ ആകുന്നതിന് ഇതും റീസൺ. ഇതാണ് ഞാൻ പറയാൻ വന്നത്. സിനിമ ഈസ് എ കോൺസെപ്റ്റ് ഇൻ തിയേറ്റർ. ലോകം അത് തീർന്നു പോകുന്നു എന്നത് നിങ്ങൾക്ക് പറയുന്നു. അത് ബേസ്ഡ് ആയ സ്റ്റോക്സ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കണം. അതന്നെ പറയാൻ വരുന്നു. ഓക്കെ സർ, ഡൺ. സർ, അകൂലി പടം നോക്കിയതിൽ എനിക്കൊരു സംശയം സർ. അതിലെന്ത് പറയണമെന്ന് വെച്ചാൽ വാച്ചസിനെ സ്മഗിൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. എനിക്കെന്ത് സംശയം എന്ന് വെച്ചാൽ വാച്ചസിനെ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങി വയ്ക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് വാച്ച് വാങ്ങി. ഇന്ന് അതിന്റെ വാല്യൂ 30 ലക്ഷം. രജനീകാന്ത് അവരെ ഫോട്ടോ ഇടുന്ന സമയം നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വരുന്നു. തലവൻ നോക്കാൻ തന്നെ വളരെ സാധാരണമായിട്ടിരിക്കുന്നു. പക്ഷെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് 1 കോടി രൂപ. അതുപോലെ തന്നെ ധനുഷിനിടുന്നു. ഇതുപോലെ ഒരുപാട് ആക്ടർ വന്നിട്ട് 1 കോടി രൂപ, 2 കോടി രൂപ, 3 കോടി രൂപയ്ക്ക് വരെ വാച്ച് കെട്ടിയിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. അതെങ്ങനെ സാർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. 25 വർഷത്തിന് മുമ്പേ വരയ്ക്കും, അതായത് ഇത് ഫോൺ വരുന്ന മുമ്പേ, വാച്ച് എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ്. എല്ലാവരും കയ്യിൽ വാച്ച് കെട്ടിയിരിക്കും, ടൈം നോക്കും. ഇപ്പോൾ എക്സാമിനൊക്കെ പോകുന്ന സമയം വാച്ചിന് എടുത്തുകൊണ്ട് തന്നെ പോകണം. നിയർലി ഒരു 200-300 വർഷം വാച്ച് എന്ന് പറയുന്നത് ഒരു നെസസിറ്റി ആയി. ആ വാച്ചിൽ സെവറൽ തിങ്സ് വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു ക്ലോക്ക് കണ്ടുപിടിച്ചു എന്നത് കൂടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. ഈ ടൈം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞതിന് ആ ടൈമിന് ഒരു വാല്യൂ ഇരിക്കുന്നു. മദ്രാസിൽ മുമ്പേ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ക്ലോക്ക് ടവറൊക്കെ വരുന്ന മുമ്പേ ബീരങ്കിയിൽ ഗുണ്ടിട്ട് തന്നെ രാവിലെ ഒരു ഗുണ്ട്, ആഫ്റ്റർനൂൺ ഒരു ഗുണ്ട്, നൈറ്റ് ഒരു ഗുണ്ട് അങ്ങനെ ഇടും. ആൻഡ് ബോൾ ഫയറിങ്. അതിനെ വെച്ച് തന്നെ സമയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡൗൺ ടൗണിൽ തന്നെ ആദ്യം ഒരു ക്ലോക്ക് ടവർ വന്നു. ഇപ്പോൾ റായപ്പേട്ടയിലും ഒരു ക്ലോക്ക് ടവർ ഇരിക്കുന്നു. പിന്നെ എല്ലാവരുടെ കയ്യിലും വാച്ചും വന്നു, ടൈം പീസും വന്നു. ഇന്ന് അതിൻ്റെ യൂസ് പോയി. ഒരു ക്ലാസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നില്ല, ഒരു ക്ലാസ് ഓഫ് കളക്റ്റബിൾസ് എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ സമയങ്ങളിൽ സ്പോർട്സ് സ്റ്റാറിൻ്റെ പോസ്റ്ററൊക്കെ കളക്ട് ചെയ്യുന്നത് ഒരു വലിയ ഒരു ക്രേസായിരുന്നു. അതുപോലെ തന്നെ സിനിമ സ്റ്റാറിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കളക്ട് ചെയ്യും. സിനിമ ഹീറോയിൻസിൻ്റെ പോസ്റ്റേഴ്സിനെയും ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്യും. സിനിമ പോസ്റ്റേഴ്സിനെ കളക്ട് ചെയ്യണത് ഒരു ഹോബിയായിരുന്നു. ഇതൊക്കെ കളക്റ്റബിൾസ് എന്ന് പറയും. അങ്ങനെയെന്ന് വെച്ചാൽ ഇവരെ ഒപ്പമേ ഒരു മാർക്കറ്റ് ഇരിക്കും. ഈ ബേസ്ബോൾ കാർഡ്സൊക്കെ അമേരിക്കയിൽ ഒരു വലിയ മാർക്കറ്റാണ്. ബട്ട് വൺ ഫൈൻ ഡേ ഇറ്റ് കൊളാപ്സ്ഡ്. ഈ വാച്ച് എന്ന് പറയുന്നതും അതുപോലെ ഒരു കളക്റ്റബിളാണ്. ഒരു മൈനർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിട്ട് അതിനൊരു വാനിറ്റി പ്രൊഡക്റ്റായിട്ട് വച്ചിരിക്കുന്നു. ഈ ലേഡീസ് വന്നിട്ട് ജുവലറിയെ യൂസ് ചെയ്യുന്നത് പോലെ ഇവർ വന്നിട്ട് വാച്ചിന് ഒരു ഓർണമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു ചില ബ്രാൻഡ് ഓഫ് വാച്ചസ്, ഈ റോളക്സ് പോലത്തെ കമ്പനിയൊക്കെ ഇതിനെ വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്ത് ഈ വാച്ചസിനെ ചെയ്യും. ഇതിൻ്റെ മേളിലും ഒരുപാട് അംബാനി അവരെ മോന്റെ കല്യാണത്തിന് കൂടെ 1 കോടി രൂപയ്ക്ക് വാച്ച് കൊടുത്തായിരുന്നു. ഈ വാച്ചസ് ഒക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഈ ബിറ്റ് കോയിനും അതുപോലെ തന്നെ പ്രൊഫൈൽ വാച്ചൊക്കെ ഇരിക്കുന്നു സർ. നമുക്ക് ഈ പോളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കേണ്ട. ഇല്ല സർ, ഞാൻ വാച്ചിനെ തന്നെ ചോദിച്ചു. ആ കമ്പനി 30-40 വാച്ച് തന്നെ ഇരിക്കുന്നു. ഇത് എന്തെങ്കിലും പറയേണ്ടത് തന്നെ ഇപ്പം അതിനെ വിടാൻ നമുക്ക്. ഈ ഒരു ഷോർട്ടേജ് ബിറ്റ് കോയിൻ ഇത്രയും തന്നെ ഇരിക്കും എന്ന് വിശ്വസിച്ച് ജനങ്ങൾ വാങ്ങുന്നു. ബിറ്റ് കോയിൻ്റെ ടെക്നോളജിയെ കോപ്പി അടിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നു. ബിറ്റ് കോയിൻ തന്നെ വേണം എന്ന് വിചാരിക്കുന്ന ആൾ ബിറ്റ് കോയിൻ വാങ്ങിക്കൊണ്ടിരിക്കും.
ഒരു കളക്റ്റബിൾ ആണത്. അതുപോലെ ഇതൊരു കളക്റ്റബിൾ മാർക്കറ്റാണ്. ഈ വർഷത്തിൽ ഈ പീസ് ഇത്രയും തന്നെ ഇരിക്കുമെന്ന് നിങ്ങൾ എക്കോണമി മുകളിൽ കയറുന്ന ഇല്ല താഴെ ഇറങ്ങുന്ന എന്ന് നോക്കി ആരടുത്ത് കാശിരിക്കുന്നോ ഞാൻ ഈ സ്ഥലത്തിൽ വന്നു, എനിക്ക് ഈ സ്റ്റേറ്റസ് വന്നു, അതിനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വാച്ച് വാങ്ങും. സോ ആ വാച്ചിന് അവർ വച്ചിരുന്ന ആ സ്റ്റേറ്റസ് ഈ 1 കോടി 2 കോടി 3 ലെവലിൽ ഇരിക്കുമോ സാർ? അത് ഒരു വാച്ചായിരിക്കും. എന്ത് സാർ ഇത് വാങ്ങി അങ്ങനെ വച്ചിരിക്കുമോ ഇല്ലേ? കമലദാസൻ ഒരു പോയിന്റിൽ പറയുന്ന സമയം വിക്രം പടം വന്ന സമയം ഈ സൂര്യയ്ക്ക് ഒരു റോളക്സ് വാച്ച് കൊടുത്തെന്ന് തോന്നുന്നു. ബട്ട് കെട്ടിയിരിക്കുന്ന റോളക്സ് വാച്ച് ഞാൻ വച്ചിരുന്ന റോളക്സ് വാച്ചാണ്. ഒരുപാട് കൊല്ലമായി ഞാൻ വച്ചിരുന്ന കെട്ടിയ വാച്ചാണ്. ഞാൻ ഒരു കളക്ഷൻ പോലെ വച്ചിരിക്കുന്നു, അതിൽ ഞാൻ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ നോക്കുമ്പോൾ വാച്ച് എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റ് ഇരിക്കുന്നു. ഇതിൽ കോടിക്കണക്കായ അത് എന്തെന്ന് വെച്ചാൽ അതിലിരുന്ന് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ആകും. ഇന്ന് ഇത് ജനറേറ്റ് ആയില്ല. ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് അതെങ്ങനെ ജനറേറ്റ് ആവും? വാല്യൂ ഓഫ് റുപ്പി ഡിക്ലൈൻ ആവും അല്ലേ? ഓൺലി അസെറ്റ് വിച്ച് ഐ എം വില്ലിംഗ് ടു അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ തിയറി. ഗോൾഡ് മാത്രം തന്നെ ഐ മീൻസ് ഗോൾഡ് ഇസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കറൻസി. എനിക്ക് അറിഞ്ഞു. ഓക്കെ സാർ, അണ്ടർസ്റ്റുഡ്. ഇതെന്ന് വെച്ചാൽ സ്വർണം സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കറൻസി ദാറ്റ്സ് ഇൻക്ലൈൻഡ് ഇൻ അവർ ഹ്യൂമൻ ബിഹേവിയർ. ചോല ബ്രോൺസ് കളക്ട് ചെയ്യും ഞങ്ങളെ വീട്ടിൽ. അത് തന്നെ ചോദിക്കാവുന്ന നിങ്ങൾ ഇതുപോലത്തെ കളക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുന്ന? ചോല ബ്രൗൺസ് കളക്ട് ചെയ്തു. എൻ്റെ ഫാമിലിയിൽ ഒരു 60-70 ചോല ബ്രൗൺസസ് ഇരിക്കും. നിങ്ങളൊരു 50 വർഷത്തിൻ്റെ മുകളായിട്ട് കളക്ട് ചെയ്യുന്നു. അതിനൊരു വാല്യൂ സ്ക്രൈബ് ചെയ്തു. ഇതിൻ്റെ വാല്യൂ അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ തെറ്റാണ്. അത് ഞാൻ കളക്ട് ചെയ്യണത് വർക്ക് ഓഫ് ആർട്ട് നോക്കി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളക്ട് ചെയ്യുന്നു. ഒരു ഏൻഷ്യൻ തമിഴ് ആർട്ടാണ്. ചോളപ്പിൽക്കാർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പെട്ട ആർട്ട്. സ്വാമിമല ഏരിയയിൽ അത് വളരെ പോപ്പുലറാണ്. അത് പിന്നെ എൻ്റെ അമ്മയാണ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഞാനും കളക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ അനിയനും കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ് ബിക്കംസ് വെരി വാല്യുബിൾ. അണ്ടർസ്റ്റുഡ് സർ. ഓക്കെ ഫൈൻ. അടുത്ത ചോദ്യം സർ. BPCL 141%, IOCL 276%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് Q1 മാത്രം. ഇത് വന്നിട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ്. അത് പെർസെന്റേജ് ഗ്രോത്ത് സർ. എന്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ 10% കണ്ടാലേ ജോലിയായിരിക്കുന്നു. 10% താഴെ വീണുവെങ്കിൽ ഞാൻ ഡ്രെയിൻ ആകുന്നു സർ. വല്ല അത്രയും കയറിയിരിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് മാത്രമേ ഇതിൽ കയറിയിരിക്കുന്നു. എനിക്ക് 1 രൂപ കൂടെ പെട്രോൾ ഡീസൽ പൈസ കയറിയില്ല. അതിനെ തന്നെ ഞാൻ ചോദിച്ചാൽ ദേശത്തിലേക്ക് ഇന്ന് പറയും. ഓക്കെ സർ ഫൈൻ. ആസ് എ ഷെയറായി എനിക്ക് പറയും സർ. ആസ് എ ഷെയർ ഇറ്റ്സ് അൺറിലയബിൾ. വില കയറിയെന്ന് വെച്ചോ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ ബെയർ ചെയ്യാൻ പറയും. ഇറ്റ്സ് നോട്ട് പ്യുവർ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ദ ഗവൺമെൻറ് ഫീൽസ് ലൈക്ക് ഇറ്റ് അലോ യു ടു മേക്ക് മണി. ദ ഗവൺമെൻറ് ഡസ് നോട്ട് ഫീൽ ലൈക്ക് ഇറ്റ് വോണ്ട് അലോ യു ടു മേക്ക് മണി. ഇപ്പോൾ ONGC വന്നിട്ട് കടൻ വാങ്ങി ഫോഴ്സ് ചെയ്ത് HCL വാങ്ങാൻ വച്ചു. ചോദിച്ചാൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഈ പാക്കറ്റിൽ നിന്ന് ആ പാക്കറ്റിലുമാക്കി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നു. ഇത്ര ദിവസം തന്നെ നമ്മളെ പറ്റിക്കുന്നത്. ഇത് നമ്മളെ പറ്റിക്കുന്നത് പോലെയാണ്. എല്ലാം ഡിവിഡൻഡ് കൊടുക്കുന്നല്ലേ സർ? അതന്നെ ഞാൻ പറഞ്ഞത്. ഡിവിഡൻഡ് ഗവൺമെൻറ് വാങ്ങുന്നതാണ്. ആളത് തിരികെ അങ്ങനെ അടിച്ച് ഓയിൽ പ്രൈസ് റിവേഴ്സ് ആയെങ്കിൽ ഇത് അടിച്ച് നടുത്തെരുവിന് കൊണ്ടുവരും. പേഴ്സൺ ഇമ്പോർട്ട് ചെയ്തേ അത് ഇത്രയും ചെയ്തിരിക്കുന്നു. 100 ലിറ്റർ ഓയിൽ ഒരു 30% തന്നെ റഷ്യൻ ഓയിൽ. ഓയിൽ വേറെ എവിടെയോ പോയിരിക്കുന്നു. ഇവനെ ഇത്രയും പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ അപ്പോൾ റിഫൈനറി ഫുള്ള റഷ്യൻ ഓയിൽ വോട്ട് അവർ എത്ര പ്രോഫിറ്റ് ചെയ്തിരിക്കും? നീയേ കണക്കിട്ടുന്നോട്ട്. ഞാൻ BPCL IOCL പറ്റി ചോദിച്ചു സർ. വേറെ എവിടെയോ എടുത്തോണ്ട് പോകുന്നു സർ. ഞാൻ ഈ ഗെയിമിന് വരുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തിനു സമ്മതിക്കണം? നിങ്ങൾ ഇതിനെ PSC എന്ന് പറയും സർ. ഡെഫിനറ്റ് ആയിട്ട് ഇത് ഇനിയൊരു കമ്പനി എങ്ങനെയെന്ന് വെച്ചാൽ അല്ല കയറ്റെങ്കിൽ വില കയറ്റി തന്നല്ലോ വിൽക്കും. ഇവിടെ കുറച്ച് വിൽക്കത്തില്ലല്ലോ. അപ്പൊ എന്താണ് ഇവിടെ വില കയറിയാൽ മാത്രം ഇവിടെ കുറച്ച് വിൽക്കണം? അതന്നെ സർ ഞങ്ങളും ചോദിച്ചു. ഇങ്ങനെ മാറ്റി ചോദിച്ചിട്ടുണ്ടെന്നാണ് എങ്ങനെ സർ? ദേ ഉത്തരമല്ല ഇതിന്. റൈറ്റ്. ഇപ്പൊ ഇനിയൊരു കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. വേറെ എഫോർട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ GST കുറയ്ക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് ചോദിക്കുന്നു വെച്ചാൽ ഇത്ര ദിവസം നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു? ഞങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എയ്ഡ്സ് തന്നെ ചേർത്ത് ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളും ഒരാട് പോലെ വിശ്വസിച്ചിട്ടിരുന്നു. അപ്പം എങ്ങനെയാണ് GST കൗൺസിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കാം. എന്തെന്ന് വെച്ചാൽ അത് പബ്ലിക് റെക്കോർഡാണ്. GST കൗൺസിൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇനി അങ്ങ് ഒരാൾ മാത്രം അനൗൺസ് ചെയ്തിരിക്കുന്നു. സെയിൽസ് നോക്കായിരിക്കും, ഇൻഫർമേഷൻ ചോദിക്കും. അങ്ങനെ പറയാമേ. ഐ എം പ്രൊപ്പോസിങ് ദിസ്. ഇഫ് ദേ അഗ്രി ഐ വിൽ ഡു.
ഇറ്റ്സ് ഫാസ്റ്റ് നവംബറിൽ വരും ദീപാവലി ഗിഫ്റ്റ് എന്ന് പറയുന്നു. എത്ര ദിവസം മത്തൈ പേച്ചിൽ ഡിസ്കറ്റ് ഫേർണിച്ച അതിനെ വിട്. ഇപ്പം എന്ത് ചോദിക്കാൻ വന്നോ അതിനെ ഞാൻ വിട്ടു. ഒരുപാട് ദിവസമായിട്ട് ഒരു ഡിമാൻഡ് ഇരുന്നു. അതിൽ എന്ത് പറഞ്ഞിരുന്നു വെച്ചാൽ ഞങ്ങൾ സിഗരറ്റിന് കുറെ ടാക്സ് കയറ്റത്തില്ല എന്ന്. 40% കയറ്റിയിരുന്നാലും ടോട്ടൽ 88% അകത്ത് വച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഡിമാൻഡിനെയും മീറ്റ് ചെയ്യുന്ന ആള് പെട്രോൾ ഡീസലിനെയും നിങ്ങൾ ഇമ്പോർട്ടഡ് പ്രൈസിൽ വെച്ചുകൊണ്ട് ഇരുന്ന് 40% ടാക്സ് ഇടാൻ. അപ്പോൾ പെട്രോളിൻ്റെ വില 40 ആവല്ലോ. കുറഞ്ഞത് ഒരു 50-55 വരും സർ.